It's raining there? I don't know. You will not disclose the surprise, right? No, don't worry. ഓക്കെ Don't worry. ഇവർ കുടയൊക്കെ തന്നിട്ടുണ്ട്. എന്താ നോക്കാം. അപ്പോൾ നെതർലാൻഡ് വേറൊരു എക്സ്പീരിയൻസ് കേട്ടോ. ഒരു അംബ്രല്ലയൊക്കെ തന്നിട്ടുണ്ട്. മഴ പെയ്യുമെന്ന് എനിക്കറിയാം. It's raining. Thank you so much. Wow. Oh. See. അംബ്രല്ലൻ്റെ മേലെ അത് പ്രൊജക്റ്റ് ചെയ്ത്.
അപ്പം യുണൈറ്റിംഗ് വാട്ടർ എനർജി ഫുഡ് അതാണ് ഇവരെ ബയോടോപ്പ് ആ ഒരു സ്ട്രക്ചറാണിത്. അപ്പോൾ ഈ ഒരു സ്ട്രക്ചറിൻ്റെ അകത്താണ് നമ്മളിപ്പോൾ അവിടെ ഇങ്ങനെ കാണിച്ചില്ലേ ആ മഴയൊക്കെ പെയ്തത് ഇതിൻ്റെ അകത്താണ്. അപ്പോൾ ഇവിടുന്ന് ഫസ്റ്റ് ഈ ഒരു സൺ ഗ്ലേഷ്യർ എന്ന് പറഞ്ഞ രീതിയിൽ അവിടുന്ന് ഫസ്റ്റ് ഒരു വെള്ളം അങ്ങനെ ഉണ്ടാക്കും. പിന്നെ ഇതിൻ്റെ മേലെ കുറേ സോളാർ പാനലുണ്ട്. ആ സോളാർ പാനലിൻ്റെ എനർജി വെച്ചിട്ടാണ് അവിടുന്ന് വാട്ടർ അതെങ്ങനെ ഉണ്ടാക്കുന്നത് ആക്ച്വലി എനിക്ക് വായിച്ചിട്ട് മനസ്സിലാവില്ല, വേറെ ഡീറ്റെയിൽ ആയിട്ട് വായിക്കാനുണ്ട്. ഓക്കെ, പിന്നെ എന്താണെങ്കിലും വെള്ളം അങ്ങനെ ഉണ്ടാക്കും. പിന്നെ ഈ സോളാർ പാനലിൽ അതിൻ്റെ അകത്ത് കൂടി ലൈറ്റും കടത്തി വിടും. അപ്പം ലൈറ്റ് കടത്തി വിടുമ്പോൾ അവിടെ നമ്മൾ കുറേ ചെടികളൊക്കെ കണ്ടില്ലേ, അപ്പോൾ അതിൻ്റെ മേലെ കുറേ ചെടികൾ, ആ ചെടികൾക്കൊക്കെ ലൈറ്റ് കിട്ടുമ്പോൾ ഫോട്ടോസിന്തസിസ് നടക്കും. അപ്പോൾ ചെടികൾ ഗ്രോ ചെയ്യും. അപ്പം അതിവർ പറഞ്ഞു വരുന്നത് UAE പോലത്തെ ഇത്രയും എക്സ്ട്രീം ഒരു ടെമ്പറേച്ചറുള്ള സ്ഥലത്ത് പോലും ഇങ്ങനെ എന്താ പറയുക സസ്റ്റൈനബിളായിട്ട് റെയിൻ വാട്ടറും ഇവിടെ പറയുന്നത് എത്ര ഹൺഡ്രഡ്സ് ഓഫ് ലിറ്ററാണ് ഒരു ദിവസം അവർക്ക് റെയിൻ ചെയ്യാൻ പറ്റുന്നത്, മീൻസ് മഴ പെയ്യിപ്പിക്കാൻ പറ്റുന്നത് ഈ ഒരു ടെക്നോളജി വെച്ചിട്ട്. അപ്പോൾ മഴ പെയ്യാൻ പറ്റുന്നുണ്ട്, ചെടി ഗ്രോ ചെയ്യാൻ പറ്റുന്നുണ്ട്, അത് വെച്ചിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അതാണ് ഇവർ പറഞ്ഞത് യുണൈറ്റിംഗ് വാട്ടർ എനർജി ആൻഡ് ഫുഡ് എന്ന്. ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റും, എനർജി പറയുകയാണെങ്കിൽ സോളാർ എനർജി. അപ്പം ഇത് ടോട്ടലി സസ്റ്റൈനബിളാണ്. ഇതൊക്കെ ഇവിടെ സക്സസ് ആയി എന്നുള്ളതാണ് ഇപ്പോൾ ഇവരിവിടെ ഒരു പ്രാക്ടിക്കൽ അല്ലെങ്കിൽ ഒരു റിയൽ പ്രോട്ടോടൈപ്പ് വെച്ച് കാണിച്ചത്. അപ്പോൾ ഇത് ഡെഫിനറ്റ്ലി ഇതൊക്കെ നമ്മളെ UAE എത്രയും പെട്ടെന്ന് ഇവരെ ഈ രാജ്യത്ത് ഇത് ഇൻകോപ്പറേറ്റ് ചെയ്യുന്നുള്ളത് ഷുവറാണ്. അപ്പം ഇതാണ് നമ്മളവിടെ കണ്ട ബയോടൈപ്പ് സ്ട്രക്ചർ. ഇതായിരിക്കും അവർ അപ്പോൾ അതിലെ വഴി ലൈറ്റ് കടന്നിട്ട് ചെടിക്ക് തട്ടുമ്പം അപ്പം ഫോട്ടോസിന്തസിസും അവിടെ അങ്ങനെ നടക്കും. അപ്പോൾ ഫോട്ടോസിന്തസിസ് നടക്കും, സോളാർ പാനൽ വഴി സോളാർ എനർജി കിട്ടും, മഴ കിട്ടി, എല്ലാം കിട്ടി. അപ്പോൾ ഇതാണ് അവരുടെ സ്ട്രക്ചറിൻ്റെ റൂഫ്. ഓക്കെ, നമ്മളെ നെക്സ്റ്റ് പവലിയൻ ന്യൂസിലാൻഡ്. ഇതാ നമ്മുടെ ന്യൂസിലാൻഡിൻ്റെ മാരകമായ എംബ്ലം. We have the passport, the powerful passport. Hi, good evening. Yeah. Can I enter? Sure, enjoy. Yeah, sure, thank you. The beautiful logo. Hi. Good evening. How are you? Yeah, I'm fine. Okay, just before I let you go, I need to tell you to have your mask on and maintain social distance all the time. When you go past this door, you might need to wait a few seconds, and Okay. my colleague will open the next door for you. Okay, When sure. they open the next door for you, just be careful because there is some water on the floor from the river. There is a river feature. Okay, it's on the floor, right? Okay, Yes. so it Just, might be be slippy. careful. Yeah, Yes, okay, exactly. okay. Just But just- can I use the smart queue? Yes, but there's nobody anywhere. It's because you told that there will be some time we have to wait. They will let you know. Okay, They will okay. open the door. Okay, fine. Thank you. No problem. Enjoy. Yeah, thank you. Yeah, welcome. We'll wait for a few minutes. Yeah, sure. We'll let you. Yeah, sure. Wow. Amazing. Hi. Just make sure you interact with the wall. Oh, really? It's in the middle. So why are you walking? See? ആദ്യം ഞാൻ ഒരു സ്ഥലം കാണിച്ചു തരാം. ഓ മൈ ഗോഡ്, ഈ വേവ്സ് കണ്ടില്ലേ? ഈ വേവ്സ് എൻ്റെ മൂവ്മെൻറ്റിനനുസരിച്ചിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്. ഹലോ,
ഇറ്റ്സ് റെയിനിങ് ഹിയർ. ഓ, ശരിക്കും നാട്ടിൽ മഴ പെയ്യുന്ന കറക്റ്റ് ഫീലിങ്. ആ ഒരു മഴൻ്റെ മണം. The river is our essence. When it is healed, we are healed. I am the ocean. The ocean is me. New Zealand. Oh my God. That was your ancient tribals, right? Sorry? That was your ancient tribals, right? Yes, What was the name? I forgot the name. I think they're called Mayuris, Ayuris, something like this. Mayuris. Something like that. Yeah. Oh my God. നമ്മൾ കറക്റ്റ് ഒരു റിവറിലുള്ള ഫീലിംഗ്. ഞാൻ കറക്റ്റ് സെൻറ്ററിൽ പോയി നിൽക്കാം. Hi, this was wonderful. Oh, that's so good to hear. Have you been to New Zealand before? No, but we love just because of your Jacinda. Oh yeah, Jacinda's awesome. Yeah, Well, you have to come visit. we are trying to immigrate to that country, but Oh, we'll yeah. just show them that. You'll be fine. Get you through immigration. Yes, I will tell that I have been there one time. Yeah, you've got a passport. Yeah. Okay. Anyway, bye. Take care. Yeah. Bye. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് രാജ്യം എസ്പാന. എന്ത് രസമാണല്ലേ, ഇങ്ങനെ ലോകം ഒരിക്കലും ഇങ്ങനെ ആയിരുന്നെങ്കിൽ. അതായത് നമുക്ക് ഒരു പാസ്പോർട്ട് വെച്ചിട്ട് ഓരോ രാജ്യത്തു നിന്ന് ഓരോ രാജ്യത്തേക്ക് ഒരു ബുദ്ധിമുട്ടുകളും ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ എങ്ങനെ കടന്ന് പോവാം. ഞാനിപ്പോൾ 4 രാജ്യമാണ് കടന്നത് ഒരൊറ്റ പാസ്പോർട്ട് വെച്ചിട്ട്. അങ്ങനത്തെ ഒരു ദിവസം, അതാണ് ഞാൻ സ്വപ്നം കാണുന്നത്. നമുക്ക് യുദ്ധങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഇങ്ങനെ ഫുൾ എല്ലാവർക്കും ഓപ്പണായിട്ട് യാത്ര ചെയ്യാൻ പറ്റണം. എല്ലാവരും രാജ്യം എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഡിവൈഡ് ചെയ്യാതെ എല്ലാവരും വി ആർ ദ പീപ്പിൾ ഓഫ് ദ ബ്യൂട്ടിഫുൾ എർത്ത് എന്നുള്ള രീതിയിലൊരു കൺസെപ്റ്റിലേക്ക് വരികയാണെങ്കിൽ എന്ത് രസിക്കും. വിത്ത് എ സിംഗിൾ പാസ്പോർട്ട് ദ എൻറ്റയർ വേൾഡ്, അല്ലെങ്കിൽ ഫ്രീഡം ടു ട്രാവൽ ദ എൻറ്റയർ വേൾഡ്, അങ്ങനത്തെ ഒരു സെറ്റപ്പിലേക്ക് വരണം. എന്താണെങ്കിലും ഞാനിതാ 4ാമത്തെ രാജ്യത്തിലേക്ക് പോകുന്നു, ദ എസ്പാന. Please wear a mask at all times, maintain social distancing, and sanitize your hands. നമ്മൾ ഗേറ്റ് തുറന്നു. Oh my God.
എന്താ സംഭവം എന്ന് മനസ്സിലാവുന്നില്ല. ഡൈനാമോ എന്ന് എഴുതിക്കുന്നത്, നോക്കി നോക്കാം. ഡൈനാമോ, ഡാനിയൽ കനോർ, വിഷ്വൽ ആർട്ടിസ്റ്റ്, സൗണ്ട് ആർട്ടിസ്റ്റ്, സ്റ്റുഡിയോ ഡാനിയൽ വിഷ്വൽ. എസ്പാന, സ്പെയിനിൻ്റെ ഫോറസ്റ്റ് നമ്മളെ ഫീൽ ചെയ്യിപ്പിക്കുകയാണ്. കാരണം ടെക്നോളജി കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് അവർ ഫോറസ്റ്റൊക്കെ എങ്ങനെയാണെന്നുള്ളത് നല്ല രസമുണ്ട്. ഓരോന്ന് ചെയ്തുണ്ടാക്കുന്നത് ഇതൊക്കെ നാട്ടിലെ ആർക്കിടെക്ട്സിന് ഉപയോഗിക്കാൻ പറ്റിയ ഡിസൈൻസ് ആട്ടോ, കണ്ടുപിടിച്ചോളി. ഈ വെള്ളത്തിൻ്റെ നമ്മൾ കറക്റ്റ് ഒരു കാട്ടിലേക്ക് കയറിയ വെള്ളമൊക്കെ ഒലിച്ചിറങ്ങുന്ന ആ ഒരു ശബ്ദവും പിന്നെ താഴെയൊക്കെ കണ്ടോ അരുവിൽ കൂടിയൊക്കെ മീൻ പോകുന്നത്, പിന്നെ സൂര്യപ്രകാശം വരുന്ന അതേ സ്റ്റൈലിൽ ലേസർ ലൈറ്റ് കൊണ്ട് കാണിക്കുന്നുണ്ട്. സൂര്യപ്രകാശം നമ്മൾ കണ്ടില്ല, മരത്തിൻ്റെ ഇലേൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ ഇങ്ങനെ കടന്ന് വരുന്നത്. കാട്ടിൽ ഇലകൾ ഇങ്ങനെ വീണ് കിടക്കുന്നത്. പോയോ? പോയി. അത് അടിപൊളി കേട്ടോ. ആ കിളി കണ്ടോ? ഞാൻ വന്നാലേ പോവും. പിന്നെ കണ്ടില്ല, അത് ഈകളല്ല, അതായിരിക്കും പോവാത്ത. Spain world leader in solar thermal energy. Wow. ഓക്കെ, ഇതിൻ്റെ എല്ലാം കൂടി റിഫ്ലക്റ്റ് ചെയ്തിട്ട് അവിടെ പോയിൻ്റ് ചെയ്ത് കത്തിക്കാൻ തോന്നുന്നുണ്ട്. ഉണ്ടോ? ഇവിടുന്ന് ലേസർ വന്ന് ഈ അതൊക്കെ ഓരോ മിററാണ്. മിററിന്ന് റിഫ്ലക്റ്റ് ചെയ്തിട്ട് അതിനെ പവർ ചെയ്യണം. മീൻസ് അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ. അത് ഈ സെറ്റപ്പ് എന്താ അറിയുമോ, നമ്മൾ ചെടികളൊക്കെ കേടുവരുത്താൻ ചെടികളിൽ ഈ കീടങ്ങളൊക്കെ ഒഴിവാക്കാൻ പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കില്ലേ, അതിൻ്റെ പകരം ടെക്നോളജി ഉപയോഗിച്ചിട്ട് നാച്ചുറലി ചെയ്യുന്നൊരു സെറ്റപ്പാണ്. അതായത് ഇപ്പോൾ ഇത് കണ്ട ഹീലിംഗ് നടക്കുകയാണ്. ഇപ്പോൾ ഈ ചെടിക്ക്, ഈ മരത്തിന് ഇവിടെ ഒരു കേടുപാടുണ്ടെങ്കിൽ ഈ സെൻസറുകൾ അതിലുള്ള ബെസ്റ്റ് എന്താ പറയുക, നാച്ചുറലി ഉള്ള ഓരോ പ്രെഡേറ്റേഴ്സൊക്കെ ഉണ്ടാവില്ലേ, അതിനെ ഈ ഭാഗത്തേക്ക് സെൻഡ് ചെയ്തിട്ട് അവിടെ ഹീൽ ചെയ്ത് സെറ്റാക്കും. അങ്ങനെയാണ്. അതായത് ഒരു നാച്ചുറലി തന്നെ ഈ ചെടീനെയും മരത്തിനെയും ഒക്കെ ഹീൽ ചെയ്യുന്ന സംഭവം ഉണ്ടാവും അവിടെ. അതാണിപ്പം കേടുപാട് വരുന്ന ഒരു ഏരിയ. ഓക്കെ, അപ്പോൾ അവിടേക്ക് സെൻസ് ചെയ്തിട്ട് അങ്ങനെ. ഓക്കെ, അടിപൊളി സംഭവം കേട്ടോ. ഇതെന്താണെന്ന് നോക്കട്ടെ. ഇതും അതേപോലെ തന്നെ സെൻസറുകൾ ഇതിൻ്റെ കണ്ടീഷൻ സെൻസ് ചെയ്തിട്ട് അതിനെന്താണ് പ്രശ്നം എന്ന് മനസ്സിലാക്കിയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് നാച്ചുറലി ഉള്ള പ്രെഡേറ്റേഴ്സും ഓരോ വൈറസുകളൊക്കെ ഉപയോഗിച്ചിട്ട് അതിന് ഹീൽ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഹീൽ ചെയ്യിപ്പിക്കും. പുറത്തുള്ള കണ്ട ഡിജിറ്റൽ ക്രോപ്പ് മോണിറ്ററിങ് ആൾസോ ഹെൽപ്പ് സ്റ്റഡി സോയിൽ കണ്ടക്ടിവിറ്റി ലെവൽ. പിന്നെന്താ, മാക്സിമം നാച്ചുറൽ ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ടുള്ളൂ, പക്ഷേ നാച്ചുറലി ഉള്ള സംഭവങ്ങൾ ബൂസ്റ്റ് ചെയ്യാനാണ് ടെക്നോളജി ഉപയോഗിക്കുന്നത്. പക്ഷെ അതിനൊരു വേറൊരു തേർഡ് പാർട്ടി പ്രൊഡക്റ്റ് അതിലേക്ക് ഉപയോഗിക്കുന്നില്ല. മെയിനായിട്ട് ക്രോപ്പിൻ്റെ വളർച്ചയാണ് ഇവിടെ നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ സെൻസ് ചെയ്തിട്ട് അതിന് വേണ്ട വാട്ടർ, ഇറിഗേഷന്, പിന്നെ ടെമ്പറേച്ചർ, സോളാർ റേഡിയേഷന് അതൊക്കെ കൺട്രോൾ ചെയ്യും. ഇതൊരു ഗ്രീൻ ഹൗസ് പോലത്തെ ഒരു സെറ്റപ്പ്.
എന്നോട് ഇവിടെ ഒരു ചോദ്യം ചോദിച്ചു. അതായത് നമ്മൾ വാഷിംഗ് മെഷീൻ നമ്മൾ ഉപയോഗിക്കുക, ഇത് നമ്മളിപ്പോൾ നമ്മൾ ഡ്രസ്സ് കുറേ ഫില്ലായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ടാവും, പിന്നെ കുറച്ച് ഡ്രസ്സ് വരുമ്പം വാഷിംഗ് മെഷീൻ യൂസ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ടാവും. അപ്പോൾ ഞാൻ സാധാരണ മാക്സിമം ഡ്രസ്സായി കഴിയാനാണെങ്കിൽ വാഷിംഗ് മെഷീൻ യൂസ് ചെയ്യില്ല. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ നാച്ചുറിനെ സേവ് ചെയ്യണം, എനർജി സേവിങ്, ഒരുപാട് സേവിങ് നടക്കുന്നുണ്ട്. അപ്പോൾ അതാണ് എന്നോട് ഇവിടെ പറഞ്ഞത്, യുവർ റെസ്പോൺസ് ഈസ് സസ്റ്റൈനബിൾ. ഞാൻ അങ്ങനെ ചെയ്യുന്നത് അത് സസ്റ്റൈനബിൾ ആണ്. ആ പോസിറ്റീവ് ആൻസർ മരത്തിൽ നിന്ന് വീഴുന്നുണ്ട് പറഞ്ഞിട്ട് എവിടെയോ എൻ്റെ പേര് വീണത് കണ്ടു.